വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 26 198 മുതൽ 203 വരെയുള്ള സൂക്തങ്ങൾ. നാം ഈ ഖുർആൻ ഏതെങ്കിലും അനറബികളിൽപ്പെട്ട ആർക്കെങ്കിലും അവതരിപ്പിച്ചു കൊടുക്കുകയും എന്നിട്ട് അദ്ദേഹം അവർക്കത് ഓതിക്കൊടുക്കുകയും ചെയ്താൽ പോലും അവർ വിശ്വസിക്കുമായിരുന്നില്ല. ഇപ്രകാരം ഈ സൂക്തങ്ങളെ നാം ദുഷ്ടമനസ്സുകളിൽ കടത്തിവിടുകയാണ്. വേദനാജനകമായ ശിക്ഷ കണ്ടറിയുന്നത് വരേക്കും അവർ ഇതിലൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അതാകട്ടെ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് സംഭവിക്കുന്നതുമാണ്. അന്നവർ ഇനിയും ഞങ്ങൾക്ക് അവസരം കിട്ടുമോ എന്നിങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കും. ഈ വിശുദ്ധ ഖുർആൻ ദൈവം അവതരിപ്പിച്ചത് അറബി ഭാഷയിലാണെന്നും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിനു മുമ്പുള്ള സൂക്തങ്ങളിൽ വിശദീകരിക്കുകയുണ്ടായി. അറബി ഭാഷ സംസാരിക്കുന്ന തികഞ്ഞ അറേബ്യൻ വംശജനായ ഒരു ദൈവദൂതനിലൂടെയാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് അറബി ഭാഷ വശംവദമല്ലാത്ത ഒരാൾക്കാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ഈ ഖുർആനിൽ വിശ്വസിക്കാതിരിക്കാൻ പലവിധ ന്യായങ്ങളും അവർ കണ്ടെത്തുമായിരുന്നു. ഖുർആനിൽ അസ്സജദ എന്ന അധ്യായത്തിൽ 44 സൂക്തത്തിൽ ഈ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. നാം ഈ ഖുർആനെ അനറബി ഭാഷയിലാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അവർ പറയും, എന്തുകൊണ്ട് അതിൽ സൂക്തങ്ങൾ വിശദീകരിക്കപ്പെടാത്തത്? അറബികൾക്ക് അനറബി ഭാഷയിലാണോ പ്രബോധനം ചെയ്യുന്നത്? ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ഭാഷയിൽ ഖുർആൻ അവതരിപ്പിച്ചാലും ഇത്തരം ചിന്താഗതികൾ ജനങ്ങളിലുണ്ടാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഖുർആൻ ഇംഗ്ലീഷിൽ അവതരിപ്പിച്ചെന്നിരിക്കട്ടെ. ഇംഗ്ലീഷ് അക്കാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു ഭാഷയാണ്. ഇംഗ്ലീഷ് അവതരിപ്പിച്ചു എങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത ജനങ്ങൾ ചോദിക്കും, ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇംഗ്ലീഷ് അറിയാത്ത ഞങ്ങൾക്ക് ഇംഗ്ലീഷിലാണോ വേദം അവതരിപ്പിക്കുന്നത് എന്നിങ്ങനെ പല ന്യായങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഖുർആനാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇന്ന് ലോകത്തുള്ള സകല ഭാഷകളിലും അതിൻ്റെ വിവർത്തനം വിരചിതമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭാഷയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, അതിൽ പറയുന്ന സത്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും കുറിച്ചാണ് ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. നിരീശ്വരവാദികളും ദൈവധിക്കാരികളുമായ ആളുകൾ ഈ ഖുർആൻ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ അതിനെ പറ്റെ നിഷേധിക്കുകയും തള്ളിക്കളയുമാണ് ചെയ്യുന്നത്. അത്തരം ആളുകളെക്കുറിച്ച് 83 അധ്യായത്തിൽ 13-14 സൂക്തങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ സൂക്തങ്ങൾ ഓതിക്കൊടുക്കുമ്പോൾ അവർ പരിഹസിച്ചുകൊണ്ട് പറയും, ഇതൊക്കെ വെറും പഴംപുരാണങ്ങളാണ്, പൂർവികരുടെ ഇതിഹാസങ്ങളാണ്. അല്ല, അവരുടെ മനസ്സുകളിൽ സ്വന്തം പാപകർമ്മങ്ങളുടെ കറ പിടിച്ചു പോയിരിക്കുന്നു. അതാണ് അവരെ നിഷേധികളാക്കി മാറ്റുന്നത്. ഇങ്ങനെയുള്ളവർ ഈ ഖുർആനിൽ വിശ്വസിക്കണമെങ്കിൽ ദൈവിക ശിക്ഷ അവരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുക തന്നെ വേണം. അപ്പോൾ മാത്രമേ അവർ ഈ സത്യം മനസ്സിലാക്കുകയുള്ളൂ. പക്ഷെ അപ്പോഴേക്കും അവർക്ക് നൽകപ്പെട്ട ജീവിതാവധി അവസാനിച്ചിരിക്കും. പിന്നെ അതിൽ വിശ്വസിക്കാനോ ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനോ അവർക്ക് അവസരം ലഭിക്കുകയുമില്ല.